ഈ ഇസ്രായേലും ഇറാന്റെ ഫൈറ്റ് എപ്പോഴാ തീരുക? നാരായണി, യുദ്ധം എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആണ്. അത് എല്ലായിടത്തും അങ്ങനെയാണ്. ഇത് യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണ്. യുദ്ധതന്ത്രമോ എന്ന് വെച്ചാ എന്താ? എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് അമേരിക്ക ഇറാൻ ആക്രമിച്ചില്ലേ, അപ്പോൾ ഇറാൻ പറഞ്ഞു അമേരിക്കയിലെ സൈനിക കേന്ദ്രങ്ങളുള്ള അറബ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വിശ്വസിച്ചു. അടുത്ത ദിവസം തന്നെ ഇറാൻ ആണെങ്കിൽ ദുബായ്, ഖത്തർ, സൗദി അറേബ്യ അങ്ങനത്തെ അറബ് രാജ്യങ്ങളെ സൈനിക കേന്ദ്രങ്ങളുണ്ടല്ലോ അമേരിക്ക, അതിനെയൊക്കെ ആക്രമിച്ചു. ഈ രാജ്യങ്ങൾക്കൊക്കെ വലിയ നഷ്ടം ഉണ്ടായോ? പിന്നെ അറബ് രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടായി. അപ്പൊ ഇറാന് മിസൈലുകളൊക്കെ വീണോ? നാരായണി, അമേരിക്കയിലെ മിലിറ്ററി ക്യാമ്പിലോട്ട് ഇറാൻ ഏറ്റവും കൂടുതൽ അയച്ചത് ഡ്രോൺസ് ആണ്. ഈ ഇറാനുണ്ടല്ലോ 1-2 ലക്ഷം രൂപയുടെ ഡ്രോൺ വെച്ചിട്ടാണ് അമേരിക്കയിലെ സൈനിക കേന്ദ്രങ്ങളുണ്ടല്ലോ അങ്ങോട്ട് അയക്കുന്നത്. 1-2 ലക്ഷം രൂപയുടെ ഡ്രോണുകളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയും അറബ് രാജ്യങ്ങളൊക്കെ ശ്രമിക്കുന്നത്. അറബ് രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. ഇങ്ങനെയല്ലേ പാകിസ്ഥാന് നമ്മളുടെ രാജ്യത്തോട്ട് ഡ്രോൺ അറ്റാക്ക് ചെയ്തത്? അതെ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാൻ നമ്മളെ രാജ്യത്തേക്ക് ഡ്രോൺ അയച്ചിരുന്നു. ഇതുപോലെയാണ് ഇന്ത്യ കോടിക്കണക്കിന് രൂപയുടെ ഡിഫെൻഡിങ് സിസ്റ്റം ഉപയോഗിക്കേണ്ടി വന്നത്. ഒരു നിവൃത്തിയുമില്ലാതെ വന്നതുകൊണ്ടാണ് ഇന്ത്യക്ക് ബ്രഹ്മോസ് അയക്കേണ്ടി വന്നത്. അടുത്തൊരു ലോകവിശേഷമായി പിന്നെ കാണാം.